48 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമായിട്ടുള്ള ഏഷ്യയുടെ പടിഞ്ഞാറേ വശത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യത്ത് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈജിപ്തും മിഡിൽ ഈസ്റ്റും എല്ലാം കഴിഞ്ഞ് ഭാരതം എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിന്റെ ഏറ്റവും താഴെ ഒരു പാവയ്ക്ക വലുപ്പത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനം കേരളം. ഈ കേരള സംസ്ഥാനത്തിലെ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ നേതാക്കന്മാരും എല്ലാവരും ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം ഇങ്ങനെ കുറിച്ചു: ഓൾ ഐസ് ഓൺ റഫ, ഓൾ ഐസ് ഓൺ ഗസ. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വേറൊരു രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന നരഹത്യയെ കുറിച്ച് എന്തുകൊണ്ടാണ് ആരും ഒരു ഫേസ്ബുക്ക് ട്വീറ്റ് പോലും ചെയ്യാത്തത്? എന്തുകൊണ്ട് ഗർഭിണികൾ മരിക്കുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ മതേതരവാദികൾ സമരത്തിനായിട്ട് തെരുവിലിറങ്ങുന്നില്ല? എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്? അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സമരം ഇന്ന് എത്തി നിൽക്കുന്നത് അവിടെ ഒരു വംശഹത്യ എന്നുള്ള പേരിലാണ്. കേവലം 8% താഴെ മാത്രം വരുന്ന ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് വംശഹത്യ ചെയ്യുന്ന, അവരുടെ വീടുകളിലും അവരുടെ ബിൽഡിങ്ങുകളിലും ചെന്ന് കയറി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ ഈ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് അരും കൊല ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. എവിടെ പോയി നമ്മുടെ മത നേതാക്കന്മാർ? എവിടെ പോയി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ? എവിടെ പോയി നമ്മുടെ സാമൂഹിക നേതാക്കന്മാർ? ഇപ്പോൾ ആരുടെയും കണ്ണുകൾ ബംഗ്ലാദേശിലേക്കില്ല. കേവലം ഏതെങ്കിലും ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽ ജനിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് അരും കൊലക്കിരയാകുന്ന ഈ അല്പപ്രാണികളായിട്ടുള്ള മനുഷ്യരെ കാണുമ്പോഴാണ് ഞാൻ ഭാരതം എന്ന് പറയുന്ന എന്റെ രാജ്യത്തിന്റെ മഹത്വം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ ജനിച്ച എനിക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പലരും എടുത്തു പറയാനായിട്ട് മടിക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇത്രമാത്രം സെക്യുലർ ആയിട്ട് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്തെ ഭൂരിപക്ഷം എന്നുള്ളത് ഹിന്ദുക്കളാണ് എന്നുള്ള ഒറ്റ കാരണം.